നമ്മളിപ്പോൾ കണ്ട ഈ പോസ്റ്ററുകൾ കൊണ്ട് തരംഗം സൃഷ്ടിക്കുന്ന സീൻ അമൽ നീരദ് പണ്ടേ വിട്ടതല്ല, പണ്ടേ തുടങ്ങിയതാണ്. ബിഗ് ബി മുതൽ ഇങ്ങോട്ട് ചെയ്ത സിനിമകളെല്ലാം അവയുടെ ഫലം വിജയമോ പരാജയമോ ആകട്ടെ, ആ സ്റ്റൈലിഷായ മേക്കിങ്ങും മറക്കാനാകാത്ത പോസ്റ്ററുകളും അതിൽ ഇതുവരെ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. സിനിമയിലെ ഒരൊറ്റ ഫ്രെയിം കണ്ടാൽ പോലും അതൊരു അമൽ നീരദ് പടമാണെന്ന് ഏത് മലയാളിക്കും തിരിച്ചറിയാൻ കഴിയും വിധം തന്റെ സിഗ്നേച്ചർ ചാർത്താൻ കഴിഞ്ഞ സംവിധായകനാണ് അമൽ നീരദ്. ഒരു ഫ്രെയിം നമ്മൾ സ്റ്റില്ലടിച്ച് വെച്ചിട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് ആരുടെയാന്ന് പറഞ്ഞ് നമ്മൾ പറയും ഇത് സത്യനന്ദിക്കാടിൻ്റെയാണ്, ഇത് ഫാസിലിൻ്റെയാണ്, ഇത് അമൽ നീരദിൻ്റെയാണ്, പറ്റില്ലേ? അതാ സംവിധായകന്റെ കയ്യൊപ്പാണ്. ആ പറഞ്ഞത് പോയിന്റ്. ആ ഒരു യുണീക്നെസ് അദ്ദേഹം തന്റെ പോസ്റ്ററുകളിലും കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ആദ്യ 2 ക്യാരക്ടർ പോസ്റ്റർ വന്നപ്പോഴേക്കും നാട്ടിലെ എല്ലാ അഭിനേതാക്കളുടെയും പടം വെച്ച് പോസ്റ്റർ ഇറക്കാൻ ഫാൻസ് ടീമുകൾ മത്സരിച്ചത്. എന്തിനേറെ പറയുന്നു, ഇപ്പൊ പലരുടെയും ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പോസ്റ്ററുകളുടെ സ്റ്റൈലിലുള്ള ഫോട്ടോസാണ്. ഫോട്ടോഷോപ്പ് മുഴുവൻ ബോഗൺവില്ല എഫക്റ്റ് തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം പുതിയ അമൽ നീരദ് പടമായ ബോഗൺവില്ലയാണ്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് മലയാളത്തിൽ ഇനി ഇറങ്ങാനുള്ള ഏറ്റവും ഹൈപ്പുള്ള പടം എന്ന വിശേഷണം ഈ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. 11 വർഷങ്ങൾക്ക് ശേഷം ജ്യോതിർമയുടെ ഒരു കംബാക്ക് ഉണ്ടാകാൻ പോകുന്നു. കുഞ്ചാക്കോ ബോബൻ കേന്ദ്ര കഥാപാത്രമാകുന്ന അമൽ നീരദ് പടം എത്തുന്നു. ഒരു നോവലിനെ ആസ്പദമാക്കിയാണ് അടുത്ത ചിത്രം എന്നിങ്ങനെ ചില വാർത്തകളും ചില റൂമറുകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും ചിത്രത്തെക്കുറിച്ച് മറ്റ് കൂടുതൽ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൂവിക്ക് വേണ്ടി ഇതാ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നും അങ്ങനെ വമ്പൻ ചർച്ചകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പോസ്റ്ററുകൾ പുറത്തു വന്നതോടെ സീൻ ആകെ മാറി. ബോഗൺവില്ലയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ. അടുത്ത കാലത്ത് മലയാള സിനിമാ പോസ്റ്ററുകളുടെ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേരായി മാറിയ എസ്തെറ്റി കുഞ്ഞമ്മ ടീമാണ് ഈ പോസ്റ്ററുകളും തയ്യാറാക്കിയിരിക്കുന്നത്. ഭീഷ്മപർവത്തിന്റെ വമ്പൻ വിജയത്തിന് ശേഷം അടുത്ത അമൽ നീരദ് പടം ബിഗ് ബിയുടെ 2ാം ഭാഗമായ ബിലാൽ ആയിരിക്കുമെന്നായിരുന്നു പലരും കരുതിയിരുന്നത്. എന്നാൽ നറുക്ക് വീണത് ബോഗൺവില്ലയ്ക്കാണ്. എഴുത്തുകാരനായ ലാജോ ജോസും അമൽ നീരദും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോകം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രമെന്നാണ് ചില വിവരങ്ങൾ. ഉറപ്പില്ല. സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ റോണറിലായിരിക്കും ഈ സിനിമയെന്നും പറയപ്പെടുന്നുണ്ട്. 2004 ബ്ലാക്കിലൂടെ സിനിമാറ്റോഗ്രാഫറായി മലയാളത്തിൽ തുടക്കം കുറിച്ച അമൽ നീരദ് മറ്റു ഭാഷകളിൽ ക്യാമറ ചലിപ്പിച്ചതിന്റെ അനുഭവ സമ്പത്തുമായിട്ടാണ് മലയാളത്തിൽ തന്റെ ആദ്യ പടം ചെയ്യാനെത്തുന്നത്. 2007 മലയാള സിനിമയിലെ മാറ്റത്തിന് തിരിതെളിച്ചു എന്ന് പലരും കണക്കാക്കുന്ന ബിഗ് ബി ആയിരുന്നു ആ സിനിമ. മമ്മൂട്ടിയെയും സിനിമയിലെ ഫ്രെയിമുകളെയും ഇതുവരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിച്ച ചിത്രം പക്ഷേ തിയേറ്ററിൽ വലിയ വിജയമായില്ല. ചില കോപ്പിയുടെ ആരോപണങ്ങളും സിനിമ നേരിട്ടിരുന്നു. പക്ഷെ പിന്നീടുള്ള ഈ വർഷങ്ങളിൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നായി, വലിയ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളിലൊന്നായി ബിഗ് ബി മാറി. സിനിമയിലെ എല്ലാ ഡയലോഗും നമ്മുടെയൊക്കെ ഡെയിലി കോൺവെർസേഷൻ്റെ ഭാഗമായി. കൊച്ചി പഴയ കൊച്ചിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയെങ്കിലും ബിലാലിക്ക റിമൈൻസ് ദി ഓൾ ടൈം ഫേവറേറ്റ്. വെറുതെയാണോ 15 വർഷത്തിന് ശേഷം 2022 മമ്മൂട്ടിയും അമൽ നീരദും വീണ്ടും ഒന്നിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ മലയാളികൾ ആ പടത്തിനായി അക്ഷമരായിട്ട് കാത്തിരുന്നത്? 2ാം ചിത്രമായ സാഗർ ഇലിയാസ് ജാക്കിയുടെ തിരക്കഥയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നെങ്കിലും അമൽ നീരദിന്റെ മേക്കിങ്ങിന് കയ്യടികൾ ഉണ്ടായിരുന്നു. അമൽ നീരദ് സ്റ്റൈൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും ചെയ്തു. അമൽ നീരദ് ഈസ് ഈക്വൽ ടു സ്ലോ മോഷൻ എന്നൊക്കെ ട്രോളുകൾ കുറച്ച് വന്നെങ്കിലും സംഭവം അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്ററായി. അൻവറും ബാച്ചിലർ പാർട്ടിയും മിക്സ്ഡ് റെസ്പോൺസ് നേടി കടന്നുപോയി. ടൂർണമെന്റിലും 5 സുന്ദരികളുടെ ആമിയിലും അമൽ നീരദ് ക്യാമറ ചലിപ്പിക്കുകയും ചെയ്തു. അതേ ആന്തോളജിയിലെ കുള്ളന്റെ ഭാര്യയാണ് അമൽ നീരദിലെ ഡയറക്ടറിന്റെ മറ്റൊരു മുഖം കാണിച്ചു തന്നത്. ഉയർത്തിപ്പിടിച്ച കുടയുമായി എത്തുന്ന ആ ഒരു ആദ്യ ഫ്രെയിമും ഒരിക്കലും മായ്ക്കാനാകാത്ത ശൂന്യതയുടെ അവസാന ഫ്രെയിമും ആരും മറക്കാനിടയില്ല. സംവിധാനവും സിനിമാറ്റോഗ്രാഫിയും നിർവഹിച്ചത് കൂടാതെ നിർമ്മാണത്തിലും കൂടി പങ്കാളിയായ ഇയോബിന്റെ പുസ്തകവുമായാണ് 2014 അമൽ നീരദ് എത്തുന്നത്. ഭൂമിക്ക് മേലുള്ള അധികാരവും അടിമത്തവും ചതിയും വിശ്വാസവും സ്നേഹവും എല്ലാം പറഞ്ഞ ഇയോബിന്റെ പുസ്തകം ബോക്സ് ഓഫീസിലും വിജയം കൊയ്തു. നിരൂപക ശ്രദ്ധയും നേടി. മലയാളത്തിലെ വൺ ഓഫ് എ കൈൻഡ് പീരിയഡ് ഫിലിമായി കണക്കാക്കപ്പെടുന്ന ചിത്രമായി മാറി. പിന്നീട് ദുൽഖറിനെ നായകനാക്കിയ കോമ്രേഡ് ഇൻ അമേരിക്ക ലൈറ്റ് മൂഡിൽ തുടങ്ങി അങ്ങനെ തന്നെ ഒടുങ്ങുന്ന ഒരു ചിത്രമാണെങ്കിലും കുടിയേറ്റത്തിന്റെ കടുത്ത മുഖങ്ങൾ കൂടി അത് കാണിച്ചു തന്നിരുന്നു. സിനിമയ്ക്ക് മികച്ച അഭിപ്രായം നേടാനായില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ ജയിച്ചു. അടുത്ത വർഷം 2018 ഭരതനെത്തി. ഇയോബിന് ശേഷം ഒരിക്കൽ കൂടി ഫഹദ് നായകനായി എത്തിയ ചിത്രം തിയേറ്ററിൽ വലിയ വിജയം കൊയ്തു. ഈ സിനിമയുടെ റിസപ്ഷനിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിത്രത്തിലെ ഫൈറ്റ് സീനുകൾക്കും പ്രമേയത്തിന്റെ രാഷ്ട്രീയത്തിനും ഒരേ സമയം ഹൈലി പോസിറ്റീവായും ഹൈലി നെഗറ്റീവുമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു എന്നുള്ളതാണ്.
പിന്നീട് 4 വർഷം കഴിഞ്ഞാണ് 2022 മമ്മൂട്ടിയുടെ മൈക്കിളപ്പ അവതരിച്ച ഭീഷ്മപർവവുമായി അമൽ നീരദിൻ്റെ വരവ്. ഇതിനിടയിൽ അൻവർ റഷീദിൻ്റെ ട്രാൻസിന് വേണ്ടി അമൽ നീരദ് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഭീഷ്മപർവം മമ്മൂട്ടിയുടെ കരിയറിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ചിത്രമായി മാറി. ഇനിയപ്പോൾ ഇപ്പോഴത്തെ ഹോട്ട് ന്യൂസ് ആയിട്ടുള്ള ബോഗൻവില്ലയിലേക്ക് വരാം. അമൽ നീരദ് എന്ന സംവിധായകൻ കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബനെയും ജ്യോതിർമയെയും ഇതുവരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലും കാണാമെന്നതാകും ചിത്രത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. എത്ര സ്ക്രീൻ ടൈമും സ്പേസും ഉണ്ടാകുമെന്നൊന്നും അറിയില്ലെങ്കിലും ഇയോബിനും ഭരത്തിനും ശേഷം ഫഹദും അമൽ നീരദും ഒന്നിക്കുമ്പോൾ അത് വെറുതെ ആകില്ല എന്നതാണ് അടുത്ത പോയിന്റ്. ഭരത്തിനും ഭീഷ്മപർവത്തിനും ശേഷം അമൽ നീരദിന് വേണ്ടി സംഗീതം ഒരുക്കാൻ സുഷിൻ ശ്യാം വീണ്ടും എത്തുകയാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റ് സെലക്ഷൻ നടത്തുന്നയാളെന്ന ഖ്യാതി ഇപ്പോൾ സുഷിനാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പം അതും ഒരു എക്സ്പെക്റ്റേഷൻ പോയിന്റ് ആണ്. ആനന്ദ് സി ചന്ദ്രനാണ് ക്യാമറ, വിവേക് ഹർഷനാണ് എഡിറ്റിംഗ്. മലയാളത്തിലെ മോസ്റ്റ് സോർട്ട് ഔട്ട് ടെക്നീഷ്യൻസ് ആണ് രണ്ടുപേരും. അപ്പോൾ അതിലും പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ക്യാരക്ടർ പോസ്റ്ററുകൾ പ്രകാരം മറ്റ് അഭിനേതാക്കളായി സിനിമയിൽ എത്തുന്നത് ഷൃന്ദ ഷറഫുദ്ദീൻ, വീണ നന്ദകുമാർ എന്നിവരാണ്. ഈ മൂവരും അമൽ നീരദ് പടങ്ങളിൽ അവരുടെ കരിയറിലെ മികച്ച പെർഫോമൻസുകൾ നേരത്തെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയും ചെറിയ ചെറിയ പ്രതീക്ഷകൾ ഉണ്ടാകാതെ തരവില്ലല്ലോ. അപ്പോൾ ഇതുവരെയുള്ള അമൽ നീരദ് പടങ്ങളിലെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളോളം തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെയോ കയ്യടി നേടിയിട്ടുള്ള സഹകഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെടിയും മുരുകനും ബിജോയും മേരി ടീച്ചറും മുതൽ അജാസും ആമിയും പീറ്ററും മോളിയും അടങ്ങുന്ന ഒരു വലിയ നിരയുണ്ട് ആ കൂട്ടത്തിൽ. അമൽ നീരദ് എന്ന പ്രൊഡ്യൂസറുടെ ഇതുവരെയുള്ള ചാർട്ട് നോക്കിയാലും മിക്സ്ഡ് റെസ്പോൺസ് നേടുന്ന സിനിമകൾ പോലും ബോക്സ് ഓഫീസിൽ മോശമാക്കിയിട്ടില്ല. തിയേറ്ററുകളിലേക്ക് ജനം ഒഴുകിയെത്തുന്ന ഈ സമയത്ത് മികച്ച റെസ്പോൺസ് നേടിയാൽ ബോഗൻവില്ല പൂത്തുലയും എന്നാണ് സിനിമാ പ്രേമികളിൽ ഭൂരിഭാഗവും പറയുന്നത്. ഇതുവരെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം സിനിമാ ഗ്രൂപ്പുകളിൽ നടക്കുന്ന തകൃതിയായ ചർച്ചകളിൽ കണ്ടതും പിന്നെ ചിലതൊക്കെ സ്വയം തോന്നിയതുമാണ്. പക്ഷെ സിനിമാക്കാരടക്കം എല്ലാവരും പറയുന്നത് പോലെ സിനിമയാണ്, എന്തു സംഭവിക്കാം, ജയിക്കാം, പരാജയപ്പെടാം. പക്ഷെ ആ റിസൾട്ട് എന്തായാലും മലയാളികൾ ഈ വർഷം കാണാൻ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ മുൻനിരയിൽ തന്നെ ഈ ബോഗൻവില്ലയുണ്ട്.